Hello dear students, welcome back to Computer Science and Computer Applications class. ഒൻപതാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ ആറാമത്തെ സെഷനിലാണ് നാം ഇപ്പോൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റേഴ്സ് ഏതാണ്ട് നമ്മൾ അവസാനിപ്പിച്ചു. കുറേയേറെ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പരിചയമുള്ളതായിരുന്നു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നൊരു കാറ്റഗറി, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നൊരു കാറ്റഗറി, പിന്നെ കുറേ പുതിയ ഓപ്പറേറ്റേഴ്സ്, ചില സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, SQLൻ്റെ മാത്രം സ്വന്തം ഓപ്പറേറ്റേഴ്സ്. നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് കൺസോൾഡേറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ പരിചയപ്പെട്ട ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയായിരുന്നു: ഇൻ, ബിറ്റ്വീൻ ആൻഡ്, ലൈക്ക്, ഈസ്. ഇങ്ങനെ 4 സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ് കണ്ടത്. ഇൻ എവിടെ ഉപയോഗിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുക്കുകയും ഒരു കോളത്തിലെ വാല്യൂ ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെക്കോർഡ് സെലക്ട് ചെയ്യണം എന്ന നിലയിലാണ് അത് ഉപയോഗിച്ചത്. ഓറുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പ്രസൻസ് ഫ്രം എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്, നമ്മൾ അന്വേഷിക്കുന്ന ഒരു വാല്യൂസ് ആ ലിസ്റ്റിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. രണ്ടാമതൊരെണ്ണം കണ്ടു, ബിറ്റ്വീൻ ആൻഡ്. ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തണം. സെലക്ഷൻ നടത്തണം. അങ്ങനെ വരുമ്പോഴാണ് ബിറ്റ്വീൻ ആൻഡ് ഉപയോഗിച്ചത്. പ്രധാനമായിട്ടും ന്യൂമറിക്കൽ വാല്യൂസ് ആണല്ലോ ഉപയോഗിക്കാൻ കഴിയുക അത്തരം സാഹചര്യങ്ങളിൽ. അപ്പോൾ 2 ലിമിറ്റും ഇൻക്ലൂസീവ് ആകും എന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം. ബിറ്റ്വീൻ ഫസ്റ്റ് വാല്യൂ ആൻഡ് ദ ലാസ്റ്റ് വാല്യൂ എന്നല്ലേ പറയുക. ആ ഫസ്റ്റും ലാസ്റ്റും കൊടുക്കുന്ന വാല്യൂസും കൂടി റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ സെലക്റ്റഡ് ആകും എന്ന കാര്യം മാത്രം ഓർമ്മയിലിരിക്കട്ടെ. മറ്റൊന്ന് കണ്ടത് ലൈക്ക്, പാറ്റേൺ മാച്ചിങ് എന്നൊരു രീതിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ലൈക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ തോന്നിക്കുന്ന പേരുകൾ സ്ട്രിങ്ങിനായിരിക്കും അത് ഏറ്റവും സ്യൂട്ടബിൾ ആകുക. സ്ട്രിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കറിയാം, അതുപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു രീതി. ഒരു സ്ട്രിങ്ങിൽ, ഒരു കോളത്തിലുള്ള ഡേറ്റ അത് സ്ട്രിങ് ടൈപ്പ് ഡേറ്റ ആയിരിക്കണം. അതിനകത്തുള്ള ചില അക്ഷരങ്ങൾ, ചില ഭാഗങ്ങൾ നമുക്കറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തോന്നുന്ന ആ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന വാല്യൂസ് ഉള്ള റെക്കോർഡ്സ് സെലക്ട് ചെയ്യുക. അത്തരം സാഹചര്യങ്ങളിലാണ് ലൈക്ക് ഉപയോഗിക്കുക. പിന്നൊന്ന് ഇസ് എന്നൊരു ഓപ്പറേറ്റർ, നള്ളുമായിട്ടാണ് അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. ഈക്വൽ ടു നൾ എന്ന് പറയാൻ തോന്നുന്ന സാഹചര്യങ്ങളിൽ ഈക്വൽ ടു പറഞ്ഞു കളയരുത്, പകരം ഇസ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കുറേയേറെ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടേബിളിനകത്തുള്ള റെക്കോർഡ്സ് ഇൻഫർമേഷൻ്റെ രൂപത്തിൽ റിട്രീവ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ റിസൾട്ട്സ് അപ്പിയർ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ആ ടേബിളിൽ എങ്ങനെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് വരും. ടേബിളിൽ നമ്മൾ ഇൻസേർഷൻ നടത്തുമ്പോഴത്തേനും വൺ ആഫ്റ്റർ ദി അതർ എന്ന നിലയിലല്ലേ സ്റ്റോർഡ് ആവുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴും ആദ്യത്തെ റെക്കോർഡ് മുതൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, റിട്രീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ടേബിളിനകത്തുള്ള ഓർഡർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. എവിടെ? ഔട്ട്പുട്ടിലും. ഈ ഓർഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ദർ ഇസ് എ ക്ലോസ്, ഓർഡർ ബൈ ക്ലോസ്. ടേബിളിൽ നിന്നും ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുമ്പോൾ ആ റിട്രീവ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷനെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഓർഡർ ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്ന് സൂചിപ്പിക്കാനാണ് ഓർഡർ ബൈ എന്നൊരു ക്ലോസ്. അതിൻ്റെ സിൻറ്റെക്സ് നോക്കിക്കോളൂ. സെലക്ട്, അതിനുശേഷം എന്താ പറയേണ്ടതെന്ന് അറിയാമല്ലോ. കോളംസോ സ്റ്റാറോ കൊടുക്കാം. ഫ്രം, അതും അറിയാം, ടേബിളിൻ്റെ പേര് കൊടുക്കണം. പിന്നെ ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ വേറെ കൊടുക്കാം. എല്ലാ റോസും സെലക്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി വേറെ ക്ലോസ് ഉപയോഗിക്കാം. ഇനി സെലക്ട് ചെയ്യപ്പെടുന്ന റെക്കോർഡ്സിനെ ഏത് ഓർഡറിലാണ് കാണിക്കേണ്ടത് എന്ന് പറയാൻ അവസാനം ഉപയോഗിച്ച ക്ലോസ് ശ്രദ്ധിക്കൂ. ഓർഡർ ബൈ, ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓർഡർ ബൈ കോൾ 1. ഏതെങ്കിലും ഒരു കോളത്തിലുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ടല്ലേ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ന്യൂമറിക്കൽ വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇനി ടെക്സ്റ്റ് ടൈപ്പ് ഡേറ്റ, സ്ട്രിങ് ടൈപ്പ് ഡേറ്റയാണ് ഒരു കോളത്തിലുള്ളതെങ്കിൽ അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അതായിരിക്കുമല്ലോ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കോളം മസ്റ്റാണ്. പിന്നെ എപ്പോഴാണ് രണ്ടാമത്തെ കോളം വേണ്ടി വരിക എന്നുള്ളത് പിന്നീട് കാണാം. ക്ലിയർ ആണല്ലോ? സിൻറ്റെക്സ് ഓക്കെ ആണല്ലോ? നമുക്കൊരു ക്വറിയിലേക്ക് തന്നെ പോവാം. ഐ വാണ്ട് ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദെയർ നെയിം. കുട്ടികളുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എനിക്ക് ലിസ്റ്റ് കിട്ടണം. നമ്മുടെ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് റോൾ ലിസ്റ്റ് തയ്യാറാക്കുന്ന ആൽഫബറ്റിക് ഓർഡറിലാണല്ലോ. അത്തരത്തിലൊരു ലിസ്റ്റ് വേണം. അതിനുവേണ്ടിയാണ് ഈ ക്വറി എഴുതിയിരിക്കുന്നത്. നോക്കിക്കോളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്രയും മാത്രം പറഞ്ഞാൽ എന്ത് കിട്ടും? ആ ടേബിളിൽ റെക്കോർഡ്സ് എങ്ങനെയാണോ ഒക്കർ ചെയ്യുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും വരിക. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, ഓർഡർ ബൈ നെയിം. ഫ്രം ക്ലോസിന് ശേഷം
ഏറ്റവും ഒടുവിലത്തെ ക്ലോസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓർഡർ ബൈ. അത് കീവേഡാണ്. SQLൻ്റെ കീവേഡ്സാണ് ഓർഡറും ബൈയും. ഓർഡർ ബൈ നെയിം. നെയിം എന്ന കോളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. കണ്ടല്ലോ, ഞാൻ ആ കമാൻഡിലെ പ്രധാനപ്പെട്ട ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ്സ് ഇതുവരെ വന്ന ഓർഡറിലല്ല. കണ്ടില്ല, അഡ്മിഷൻ നമ്പർ നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ അഡ്മിഷൻ നമ്പറിൻ്റെ ഓർഡറിലാണ് കിടന്നത്. ബിക്കോസ് നമ്മൾ അഡ്മിഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിലാണല്ലോ ഡേറ്റ ഇൻസേർട്ട് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല. 1002 ആർദ്ര, അതിനുശേഷമേ അശ്വിൻ വരാൻ പാടുള്ളൂ. ബിക്കോസ് ആറിന് ശേഷമാണല്ലോ എസ് വരിക. അതിനുശേഷം നൈക്ക് വന്നിരിക്കുന്നു, സനൂപും സ്നേഹയും. അവിടെ എസ് ആണ് സ്റ്റാർട്ടിങ്, പക്ഷേ എ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എൻ. അപ്പോൾ നെയിമിൻ്റെ ആൽഫബറ്റിക് ഓർഡർ തന്നെ കൃത്യമായിട്ടും ഈ റെക്കോർഡ്സ് റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ക്ലിയർ ആണല്ലോ. നേരത്തെ സിൻഡെക്സിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും ഒടുവിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് അതിലേതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാമായിരുന്നു. ASC അല്ലെങ്കിൽ DESC, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. സോർട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാകാമല്ലോ. അസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓർഡറും പറയുന്നില്ല എങ്കിൽ, അതായത് ഓർഡർ ബൈ ക്ലോസിന് ശേഷം കോളത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുക. അത് ഇപ്പോൾ കണ്ടത് അങ്ങനെയാണല്ലോ. എന്നാൽ തിരിച്ചു വരണം. ഡിസെൻഡിങ് ഓർഡറിലാണ് എനിക്ക് അവരോഹണ ക്രമത്തിലാണ് റിസൾട്ട്സ് കിട്ടേണ്ടതെങ്കിൽ DESC എന്ന വാക്ക് ഉപയോഗിക്കണം കോളം നെയിമിന് ശേഷം. ഇത് അത്തരത്തിലൊരു കൊറിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ ഓഫ് DOB. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഐ വാണ്ട് ടു ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ്. ഓക്കെ, നോക്കാം ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. കൊറി ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓർഡർ ബൈ DOB DESC. പുതുതായിട്ടുള്ള മാറ്റം അത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉപയോഗിച്ച കമാൻഡിൽ നിന്നും ഇതിനുള്ള മാറ്റം ശ്രദ്ധിച്ചോളൂ. ഞാൻ അവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. DESC എന്ന വാക്ക് ഉപയോഗിച്ചു. ഇറ്റ്സ് ഓൾസോ എ കീവേഡ്. നോക്കൂ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന കോളം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2004 11 10. ഡിസെൻഡിങ് ഓർഡറിൽ, ചുരുക്കി പറഞ്ഞാൽ പ്രായം കുറഞ്ഞ ആളായിരിക്കും ആദ്യം കാണുക. പ്രായം കുറഞ്ഞ ആളിൽ നിന്ന് കൂടിയ ആളിലേക്കാണ് പോകുന്നത്. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ആർദ്ര അത് ആക്ച്വലി നൾ ഡേറ്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനം എപ്പോഴും ഏറ്റവും അവസാനമായിരിക്കും. ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, അടുത്ത കൊറി നമ്മൾ കാണുന്നത് മൾട്ടിപ്പിൾ യൂസ് ഓഫ് കോളംസ് ഇൻ ദ ഓർഡർ ബൈ ക്ലോസ്. അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞു വരുന്നത്. നോക്കിക്കോളൂ. ഐ വോണ്ട് ടു പ്രിപ്പയർ എ കോഴ്സ് ബേസ്ഡ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദെയർ നെയിംസ്. എന്ന് വെച്ചാൽ ഒരേ ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു വരണം. ഒന്നിച്ചു വരുമ്പോൾ കുറേ കുട്ടികളുണ്ടല്ലോ, അത് പക്ഷേ അവരുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം. ഇപ്പോൾ ടേബിളിലുള്ളത് കുട്ടികൾ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസ് ഉണ്ട്, അങ്ങനെ പല ഓർഡറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോൾ ടേബിളിലുള്ളത്. പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ലെന്ന് കരുതുക. എനിക്കാവശ്യം കൊമേഴ്സിലെ കുട്ടികൾ ഒന്നിച്ചു വരണം. അതിൽ തന്നെ അങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഓർഡർ നെക്സ്റ്റ് ലെവൽ ഓഫ് സോർട്ടിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നെയിമായിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ബോയ്സും ഗേൾസും ഉണ്ടല്ലോ. ബോയ്സ് എല്ലാം ഒന്നിച്ചു വരും, ഗേൾസ് എല്ലാം ഒന്നിച്ചു വരും. അങ്ങനെയല്ലേ? മിക്സ് ചെയ്തല്ലോ നമ്മുടെ റോൾ ലിസ്റ്റ്, അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ബോയ്സിനുള്ളിൽ ആൽഫബറ്റിക് ഓർഡർ, ഗേൾസിനുള്ളിൽ ആൽഫബറ്റിക്കൽ ഓർഡർ. ചിലപ്പോൾ ഇനിയും മാറ്റം വരാം. ഒന്നിലധികം സെക്കൻഡ് ലാംഗ്വേജ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിലോ, മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള ആൾക്കാർ ഒന്നിച്ച്, അതിനകത്ത് ബോയ്സ് ഒന്നിച്ച്, ആ ബോയ്സിനുള്ളിൽ കുട്ടികളുടെ ആൽഫബറ്റിക്കൽ ഓർഡർ. ഒരേ കോഴ്സിൽ ഉള്ള കുട്ടികളെ ഒന്നിച്ച് വരണം. ആ കുട്ടികളെ പിന്നെ അറേഞ്ച് ചെയ്യേണ്ടത് അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം. അതാണ് ഈ കൊറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എഴുതും? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഓർഡർ ബൈ. ആദ്യം സോർട്ട് ചെയ്യേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോഴ്സ്. അപ്പോൾ ഓർഡർ ബൈക്ക് ശേഷം ആദ്യം കൊടുക്കേണ്ട കോളം അതാണ്. കോഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരേ കോഴ്സിലുള്ളവരെല്ലാവരും ഒന്നിച്ച് വരത്തില്ലേ? ഇപ്പോൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്സുകാരെല്ലാം ആദ്യം ഒരു ഗ്രൂപ്പാവും. അതിനുശേഷം ഹ്യൂമാനിറ്റീസുകാരുടെ ഗ്രൂപ്പ് വരും, പിന്നെ സയൻസുകാരുടെ ഗ്രൂപ്പ് വരും. സയൻസ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളുടെ റെക്കോർഡ്സ് ഗ്രൂപ്പ് ചെയ്യും. ഇനി കൊമേഴ്സിനകത്ത് ഇപ്പോൾ കുറേ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ ടേബിളിൽ ആകെ 2 പേരേ ഉള്ളൂ. ആ 2 പേരുടെയും പേരിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹ്യൂമാനിറ്റീസ് ഒരാളെ ഉള്ളൂ എന്ന് തോന്നുന്നു, അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കും. വീണ്ടും സയൻസ്, അതിനകത്ത് 2 പേരുണ്ട്, അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സോർട്ടിങ് ഏത് കോളത്തെ ബേസ് ചെയ്തിട്ടായിരിക്കണമോ അതാണ് ആദ്യം പറയേണ്ടത്. ഓർഡർ ബൈക്ക് ശേഷം ആദ്യം പറയേണ്ടത് അതാണ്.
ഇവിടെ കോഴ്സ്, അതിനുശേഷം നെയിം. ഇനി അതിനും ശേഷം വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ, നമ്മുടെ ക്ലാസ് മുറികളിലെ റോൾ ലിസ്റ്റ് മിക്സഡ് സ്കൂളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓർഡർ ബൈക്ക് ശേഷം കോഴ്സ് ഇടും, പിന്നെ ജെൻഡർ, അതിന് ശേഷമേ നെയിം പറയുള്ളൂ. ഒരേ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം, അതിനകത്ത് ബോയ്സ് ഗേൾസ്, ബോയ്സിനുള്ളിൽ വീണ്ടും ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദെയർ നെയിംസ്, ഗേൾസിനകത്ത് വീണ്ടും ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദെയർ നെയിംസ്. അങ്ങനെയായിരിക്കും വരിക. നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. കണ്ടല്ലേ, ആ കൊറി കൊടുത്തു കഴിഞ്ഞു. കൊറിയയിലെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. കണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പിൽ കൊമേഴ്സുകാരെല്ലാം കൂടെ ഒന്നിച്ചു വന്നു. അഡ്മിഷൻ നമ്പർ നോക്കിയാൽ 1005, ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത കുട്ടിയായിരുന്നു അത്. എന്നിട്ടും കണ്ടില്ലേ, ആദ്യം കാണിക്കുന്നു. കൊമേഴ്സിലെ കുട്ടികൾ 2 പേരുണ്ട്, സനൂപും സ്നേഹയും. അതിൽ പിന്നെ സനൂപാണ് ആദ്യം വരേണ്ടത്, പിന്നീട് സ്നേഹ വന്നു. ആക്ച്വലി ഇൻസേർട്ട് ചെയ്ത് സ്നേഹയുടെ റെക്കോർഡായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. മൂന്നാമതായിട്ട് കൊടുത്ത റെക്കോർഡ് അതായിരുന്നു. എന്നിട്ടും കണ്ടില്ലേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ കൊമേഴ്സുകാരുടെ ഡേറ്റ കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ വരുന്നത് നോക്കിയോളൂ. കണ്ടോ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൻ്റേതാണ്, ഒരു കുട്ടിയേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ അവിടെ കാണിക്കുന്നു. നമുക്കത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തൊട്ട് പിന്നാലെ നോക്കൂ, സയൻസ് ഗ്രൂപ്പിലെ കുട്ടികൾ വരുന്നു. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ ഡീറ്റെയിൽസാണ്. അവിടെയും കണ്ടില്ലേ, ആർദ്ര, അശ്വിൻ. ആക്ച്വലി ഞാൻ ഇൻപുട്ട് ചെയ്തപ്പോൾ ആദ്യം അശ്വിൻ്റെ ഡേറ്റയാണ് കൊടുത്തത്, പിന്നാലെയാണ് ആർദ്ര കൊടുത്തത്. പക്ഷേ നെയിം വൈസ് സോർട്ട് ചെയ്തപ്പോൾ ആർദ്ര കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ കംസ് അശ്വിൻ. കണ്ടില്ലേ, ഒരേ ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളെ അവരുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഐ വോണ്ട് ടു ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഓഫ് ബോയ്സ് ഇൻ ദി ഓർഡർ ഓഫ് നെയിം. ബോയ്സിനെ മാത്രം കിട്ടിയാൽ മതി എനിക്ക്, പക്ഷേ അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കണം. 2 കാര്യങ്ങളുണ്ടല്ലേ. നേരത്തെ പറഞ്ഞാൽ എന്താ, മുഴുവൻ റെക്കോർഡ്സും വേണം, അവയെ കോഴ്സുകൾ ഒരേ കോഴ്സിൽപ്പെട്ടവർ ഒന്നിച്ച് വരണം, അതിനുള്ളിൽ നെയിം വെച്ചിട്ട് സോർട്ട് ചെയ്യണം. ഇവിടെ ബോയ്സും ഗേൾസും ഒന്നിച്ച് വരികയും അതിനകത്ത് പേര് വെച്ച് സോർട്ട് ചെയ്യാനും അല്ല പറഞ്ഞിരിക്കുന്നത്. ബോയ്സ് മാത്രം മതി, അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താ, ബോയ്സിനെ മാത്രം ഇങ്ങ് എടുക്കുക അല്ലേ. അതെങ്ങനെ പറയാം? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ, അത് തന്നെ, വെയർ ജെൻഡർ ഈക്വൽസ് എം. അപ്പോൾ ബോയ്സ് മാത്രമായി, അവരെ വേണം എന്ത് ചെയ്യാൻ, ഓർഡർ ബൈ നെയിം. ശരിയല്ലേ, സിമ്പിളല്ലേ. ടേബിളിൽ നിന്നും ബോയ്സിനെ മാത്രം എടുക്കുക. എങ്ങനെ പറയാം? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ജെൻഡർ ഈക്വൽസ് എം. എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. കൊടുത്തോളൂ, ഓർഡർ ബൈ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, നെയിം വെച്ചു, നെയിം വെച്ചു. ഓർഡർ ബൈ ക്ലോസിൻ്റെ കൂടെ നെയിം ഒന്ന് കൊടുത്തു. കണ്ടില്ലേ, കുറേ നോക്കിക്കോളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ജെൻഡർ ഈക്വൽസ് എം, ഓർഡർ ബൈ നെയിം. അപ്പോൾ കണ്ടീഷനും കൊടുക്കാം. ഓർഡർ ബൈ ക്ലോസിന് മുമ്പായിട്ട് തന്നെ ആയിരിക്കണം, പക്ഷേ കണ്ടീഷൻ വരേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെയർ ക്ലോസിന് ശേഷമേ ഓർഡർ ബൈ പറയാവൂ. റെക്കോർഡ്സ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് ആദ്യം പറയുക. സെലക്റ്റഡ് റെക്കോർഡിനെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓർഡർ ബൈയിൽ പറയുന്നത്. ക്ലിയർ? അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, ബോയ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ, അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അശ്വിൻ, നായിക്, സനൂപ്. നൗ വി ആർ ഗോയിങ് ടു സീ സം അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. C++ലും ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു, ജാവാസ്ക്രിപ്റ്റിലും പഠിച്ചു. ഇതേ വരുന്നു SQLലും ചില ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതിനെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്നാണ് പറയുക. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5 ഫങ്ഷൻസാണ്. വൺ ഈസ് സം. സം എന്ന ഫങ്ഷൻ, അതിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിട്ടേൺസ് ദ ടോട്ടൽ ഓഫ് ദ വാല്യൂസ് കണ്ടെയ്ൻഡ് ഇൻ എ കോളം. ഈ സം എന്ന ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഫങ്ഷൻ ആകുമ്പോൾ പാരന്തസിസ് ഉണ്ടാവും, പാരന്തസിസിനുള്ളിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ. ശരി, എല്ലായിടത്തും അതുണ്ടോ കേട്ടോ. സം എന്ന ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് ഏത് കോളമാണോ കൊടുക്കുന്നത്, ന്യൂമറിക് വാല്യൂസ് ഉള്ള കോളമേ കൊടുക്കാൻ പാടുള്ളൂ. ആ കോളത്തിലെ വാല്യൂസിൻ്റെ ടോട്ടൽ, അതായിരിക്കും ഇവിടുത്തെ ആൻസർ. മറ്റൊരു ഫങ്ഷൻ AVG. സം എന്ന ഫങ്ഷൻ ന്യൂമറിക് വാല്യൂ ഉള്ള കോളങ്ങളിലെ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് AVGയും. ഗസ് ചെയ്യാമല്ലേ. ഇറ്റ് ഗിവ്സ് ദ ആവറേജ് ഓഫ് ദ വാല്യൂസ് കണ്ടെയ്ൻഡ് ഇൻ ദ കോളം സ്പെസിഫൈഡ് ആസ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന കോളം, അതിലുള്ള വാല്യൂസിൻ്റെ, ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ആവറേജ് നമുക്ക് തരും ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ. ക്ലിയർ? കുറേ രീതി നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാം കേട്ടോ, ഇതിൻ്റെ വർക്കിംഗ് കാണാം. മറ്റൊരു ഫംഗ്ഷൻ പരിചയപ്പെടുത്തട്ടെ, മിൻ. MIN. ഗസ് ചെയ്യാവോ? ദിസ് ഫംഗ്ഷൻ gives you the minimum value, the lowest value contained in a column which is given as the argument for this function.
ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന കോളത്തിൽ ഉള്ള വാല്യൂസിൽ ഏറ്റവും ചെറുത് റിട്ടേൺ ചെയ്യും ഈ ഫംഗ്ഷൻ. അപ്പോൾ വേറൊരെണ്ണം കാണണ്ടേ? നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ ആ ഫംഗ്ഷൻ്റെ പേര് പോലും. യെസ്, അത് തന്നെയാണ് മാക്സ്. MAX, മാക്സ്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇറ്റ് റിട്ടേൺസ് the highest value contained in the column which is given as the argument for this function. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഏത് കോളമാണോ കൊടുക്കുന്നത് അതിലെ വാല്യൂസിൽ ഏറ്റവും ഉയർന്ന വാല്യൂ, ഏറ്റവും കൂടിയ വാല്യൂ വിൽ ബി റിട്ടേൺഡ് ബൈ ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഒരെണ്ണം കൂടി, അഞ്ചാമത്തേത് കൗണ്ട്. ഗസ് ചെയ്യാമല്ലേ? കൗണ്ടിങ് അത് തന്നെയാണ്. ഇറ്റ് ഗിവ്സ് യു the number of non-null values in a column specified as the argument. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കോളം ആണ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുക, ഒരു കോളം നെയിം. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഒരു കോളം നെയിം കൊടുക്കാം. ആ കോളത്തിൽ വാല്യൂസ് ഉണ്ടല്ലോ, എല്ലാ വാല്യൂസും കാണണമെന്നില്ല, ചിലയിടത്തൊക്കെ നൾ ഉണ്ടാകാം. നൾ അല്ലാത്ത വാല്യൂസിൻ്റെ എണ്ണം മാത്രമേ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുള്ളൂ. അതാ പറഞ്ഞേ, ഇറ്റ് റിട്ടേൺസ് ദ നമ്പർ ഓഫ് നോൺ നൾ വാല്യൂസ് ഇൻ എ കോളം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ? ഓക്കെ, ഈ ഫങ്ഷൻസൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കുറേ എഴുതി നോക്കാം. സപ്പോസ് എൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെയാണ്: ഐ വാണ്ട് ടു ഡിസ്പ്ലേ ദ ടോട്ടൽ ആൻഡ് ആവറേജ് ഇൻകം അലോങ് വിത്ത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ഇൻ ദാറ്റ് കോളം. നമ്മുടെ കുട്ടികളുടെ ഫാമിലി ഇൻകം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ടേബിളിനകത്ത്. ആ ഇൻകം എന്ന കോളത്തിൽ വേറെ ന്യൂമറിക്കൽ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ് കേട്ടോ. ആ കോളത്തിലെ വാല്യൂസിൻ്റെ സം എനിക്ക് കാണണം. ആകെ ഈ ഇൻകത്തിൻ്റെ ആകെ തുക ഒന്ന് കാണണം. ഒരു ആവറേജ് വാല്യൂ, ഒരു ആവറേജ് ഇൻകം എത്രയാണെന്ന് എനിക്കൊന്ന് കാണണം. ഇനി ഇതിൽ ഹയസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് ഇൻകം എത്ര രൂപയാണ്, ലോവസ്റ്റ് ഇൻകം എത്ര രൂപയാണ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈ 4 ആസ്പെക്ട്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എന്താ നമുക്ക് കാണേണ്ടത്? സം, ആവറേജ്, മിനിമം, മാക്സ്. ഇതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഫങ്ഷൻസ് എവിടെ കൊടുക്കുമെന്നുള്ളതാണ്. സെലക്ട്, എന്ത് ഇൻഫർമേഷനും കിട്ടാൻ സെലക്ട് ആണല്ലോ. ഒരു ടേബിളിലെ കോണ്ടൻറ്റിൽ നിന്നും എന്ത് ഇൻഫർമേഷനാണോ നമുക്ക് വേണ്ടത് അതിനുപയോഗിക്കുന്ന കമാൻഡ് സെലക്ട്, അതിന് മാറ്റമില്ല. അപ്പോൾ സെലക്ട് ആണ് കമാൻഡ്. ഉറപ്പിച്ചേ. സെലക്റ്റിൻ്റെ കൂടെ ഇതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കോളം നെയിംസ് ആയിരുന്നു, അല്ലെങ്കിൽ സ്റ്റാർ ആയിരുന്നു. ഇവിടെ എന്താ വേണ്ടേ? ഏതെങ്കിലും കോളത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? പറ്റില്ല. പകരം ഇവിടെ ഫങ്ഷൻ നെയിംസ് കൊടുക്കണം. എന്താ വേണ്ടേ? സം ഇൻകം, സം ഇൻകം, AVG ഇൻകം, മിൻ ഇൻകം, മാക്സ് ഇൻകം. ഈ 4 കാര്യങ്ങളാണല്ലോ കാണേണ്ടത്. ഇവയെല്ലാം കോമയിട്ടങ്ങ് പറഞ്ഞാൽ മതി. കണ്ടില്ലേ? നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്ത് വേണം? എവിടെ നിന്നാണ് ഇതെടുക്കേണ്ടത്? ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ നിന്നുമാണ് ഇത്രയും വിവരങ്ങൾ എടുക്കേണ്ടത്. സിമ്പിൾ ക്വറി. അപ്പോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് സെലക്ട് കമാൻഡിനോടൊപ്പമാണ്, ഓർത്തോളണം. ക്ലിയർ? ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ? നമ്മൾ മാനുവലായിട്ട് ചെയ്തു നോക്കിയാലും ഇതൊക്കെ തന്നെ കിട്ടും. ഞാൻ ടേബിളിൽ നേരത്തെ ഒരു 30,000 അത് മാറ്റി വീണ്ടും പഴയ വാല്യൂ ആക്കിയിട്ടുണ്ട്. 35,000 ഇതായിരുന്നു നമ്മൾ തുടക്കത്തിൽ കൊടുത്തത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ 4 ഫങ്ഷൻസ് യൂസ് ചെയ്തേ, ഇനി ഒരെണ്ണമേ ഉള്ളൂ. എൻ്റെ റിക്വയർമെൻ്റ് ഇതാണ്. നമ്മളോട് ചോദിക്കുകയാണ്, ഈ ടേബിളിൽ എത്ര കുട്ടികളുടെ ഇൻകം തന്നിട്ടുണ്ട്? പലരും നൾ വാല്യൂ ആണല്ലോ. കുറേ കുട്ടികളുണ്ട്, അതിൽ കുറേ പേരുടെ ഇൻകം കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഐ വാണ്ട് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഹാവ് സബ്മിറ്റഡ് ഇൻകം ഡേറ്റ. ഇൻകത്തെ സൂചിപ്പിക്കുന്ന ഡേറ്റ സബ്മിറ്റ് ചെയ്ത് എത്ര കുട്ടികളുണ്ട്, അതല്ലേ എൻ്റെ ആവശ്യം. അപ്പോൾ ഇൻകം എന്ന കോളത്തിൽ ഉള്ള വാല്യൂസിൻ്റെ എണ്ണം, നള്ളല്ലാത്ത വാല്യൂസിൻ്റെ എണ്ണം, അതല്ലേ നേരത്തെ പറഞ്ഞ കൗണ്ട് എന്ന ഫംഗ്ഷൻ്റെ പർപ്പസ്. ഇതാ കണ്ടുള്ളൂ. സെലക്ട് കൗണ്ട് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഏത് കോളത്തിലെ വാല്യൂസിൻ്റെ എണ്ണമാണോ എനിക്ക് വേണ്ടത്, ആ കോളത്തെ കൗണ്ടിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുക. ഇത് ഔട്ട്പുട്ട് നോക്കിക്കോളൂ. കണ്ടില്ലേ? 3 കുട്ടികൾ ഇൻകം ഡേറ്റ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ് ഉള്ളത്? 5 പേര്. അതെങ്ങനെ അറിയാം? ഈ ടേബിളിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട് എന്നെങ്ങനെ അറിയാൻ പറ്റും? ഇത് ഇവിടെ തന്നെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാവാം: ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദി ടേബിൾ? ഈ ടേബിളിലെ റെക്കോർഡുകളുടെ എണ്ണമെന്ന് പറയുന്നത് ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണല്ലോ. നമ്മുടെ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനാണല്ലോ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ സ്കൂൾ? സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിളിലെ റെക്കോർഡുകളുടെ എണ്ണം എടുത്താൽ പോരെ. കോളത്തിൻ്റെ എണ്ണം എടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ റെക്കോർഡുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കാം?
ഏതെങ്കിലും കോളം കൊടുത്താൽ മതിയോ? ഒരു വഴിയുണ്ട്, പ്രൈമറി കീ ആയിട്ട് കൊടുത്തിട്ടുള്ള കോളം കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും അല്ലേ? ബിക്കോസ് ഒരു റെക്കോർഡ് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡേറ്റ വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും പ്രൈമറി കീ എന്നൊരു വാല്യൂ കൊടുക്കുമേ നിർബന്ധമായിട്ടും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്പർ ഓഫ് റെക്കോർഡ്സ് വേണം എന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇതാ നോക്കിക്കോളൂ, കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മതി. കൗണ്ട് എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ കോളം നെയിം വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ സ്റ്റാർ സിമ്പൽ. അപ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഔട്ട്പുട്ട്. ഇതാ കണ്ടോളൂ, സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് 5. ആൻസർ കണ്ടില്ലേ, 5 എന്ന് കിട്ടിയിരിക്കുന്നു. 5 റെക്കോർഡ്സാണ് അതിനകത്തുള്ളത്. ഇൻകം ഡേറ്റ തന്നവർ 3. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിലോ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഹാവ് ഇൻ സബ്മിറ്റഡ് ഇൻകം ഡേറ്റ. ഇൻകം ഡേറ്റ തരാത്തവരാരൊക്കെ? ഇൻകം ഡേറ്റ തരാത്തവർ ആരൊക്കെ? അതായത് ഇൻകം എന്ന കോളത്തിൽ നൾ വാല്യൂസിൻ്റെ എണ്ണം അത് കണ്ടുപിടിക്കാൻ ആ വഴിക്ക് മാർഗമില്ല കേട്ടോ. എങ്ങനെ? വേറെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കോളം നെയിമോ കൊടുത്താൽ കിട്ടത്തില്ല. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്നും നോൺ നൾ വാല്യൂസിൻ്റെ എണ്ണം അങ്ങ് കുറച്ചാൽ പോരെ. നമ്പർ ഓഫ് റെക്കോർഡ്സിൽ നിന്നും ഇൻകം കോളത്തിലെ നോൺ നൾ വാല്യൂസിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ആയില്ലേ? അതായത് കുറേ നമുക്കിതിങ്ങനെ എഴുതാം. ഒരല്പം കടുപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ലെവലിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സെലക്റ്റിനോടൊപ്പം അരിത്തമെറ്റിക് ഓപ്പറേഷൻസും നടത്താം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, സെലക്ട് കൗണ്ട് സ്റ്റാർ മൈനസ് കൗണ്ട് ഇൻകം. അപ്പോൾ കൗണ്ട് സ്റ്റാർ എന്ത് തരും? നമ്പർ ഓഫ് റെക്കോർഡ്സ്. കൗണ്ട് ഇൻകം എന്ത് തരും? നമ്പർ ഓഫ് നോൺ നൾ വാല്യൂസ് ഇൻ ദ കോളം ഇൻകം. അപ്പോൾ സബ്ട്രാക്ഷൻ നടത്തുമ്പോഴത്തേനും നമ്മുടെ റിക്വയർഡ് ആൻസർ ആയി കഴിഞ്ഞു. നോക്കിക്കോളൂ അതിൻ്റെ ഔട്ട്പുട്ട്. കണ്ടില്ലേ, 2 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? മറ്റൊരു റിക്വയർമെൻറ്റ് കൂടി നോക്കാം. ഇവിടെ ഫംഗ്ഷൻസ് എല്ലാം ഞാൻ പ്ലെയിൻ ആയിട്ട് അങ്ങ് യൂസ് ചെയ്തു അല്ലേ. സെലക്റ്റിനോടൊപ്പം ഫംഗ്ഷൻസിൻ്റെ പേര് പറഞ്ഞു, പിന്നെ ഫ്രം എന്ന ക്ലോസ് ഉപയോഗിച്ചു. എനിക്ക് ആവശ്യം ഐ വാണ്ട് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ റെക്കോർഡ്സ് കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ റെക്കോർഡ്സും കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്ത് മതി? യെസ്, കോഴ്സ് എന്ന കോളത്തിൽ ഹ്യൂമാനിറ്റീസ് എന്ന വാല്യൂ ഉള്ള റെക്കോർഡ്സ് മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതണം? റെക്കോർഡ്സിലൊരു സെലക്ഷൻ വരുന്നു അല്ലേ. എല്ലാ റെക്കോർഡ്സും വേണ്ട, ചിലത് മാത്രം. ഉടൻ മനസ്സിൽ വരേണ്ട എന്താ? വെയർ ക്ലോസ്. ഒരു ടേബിളിലെ ചില റെക്കോർഡ്സ്, സം റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഉടൻ കണ്ടീഷൻ ഓർമ്മ വരണം. ഈ ചില റെക്കോർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയാൻ ഉടൻ കണ്ടീഷൻ വേണം. ഇവിടെ കണ്ടീഷൻ ഉണ്ടല്ലോ, വെയർ കോഴ്സ് ഈക്വൽസ് ഹ്യൂമാനിറ്റീസ്. ആ ഒരു ക്ലോസും കൂടി ഉപയോഗിച്ചാൽ മതിയാവും. കണ്ടില്ലേ ഔട്ട്പുട്ട്? ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു പോയിൻ്റ് ഒന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടതുണ്ട്. കൗണ്ട് സ്റ്റാറും കൗണ്ട് കോളം നെയിം തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൗണ്ട് സ്റ്റാർ ആൻഡ് കൗണ്ട് കോളം നെയിം? ഒറ്റ പോയിന്റിലേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. എന്താ? കൗണ്ട് സ്റ്റാർ റിട്ടേൺസ് ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. ഇറ്റ് റിട്ടേൺസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. ഓൺ ദി അതർ ഹാൻഡ് കൗണ്ട് കോളം നെയിം പറയുമ്പോൾ ഇറ്റ് റിട്ടേൺസ് ഓൺലി ദി നോൺ നൾ വാല്യൂസ് ഓഫ് എ കോളം. ആ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. പലപ്പോഴും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും നമുക്ക് കവർ ചെയ്യേണ്ടത് റെക്കോർഡ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അതിനകത്ത് ചില ഓപ്പറേഷൻസ് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യേണ്ടിയിരിക്കുന്നു. റെക്കോർഡ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അതിൽ നിന്നും കിട്ടാവുന്ന ചില ഇൻഫർമേഷനുണ്ട്, അതെങ്ങനെ റിട്രീവ് ചെയ്യാമെന്ന് നോക്കേണ്ടതുണ്ട്. ടേബിളിലുള്ള റെക്കോർഡ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തേണ്ടി വന്നാൽ അതിനുള്ള ചില ക്വറീസ് എഴുതേണ്ടതുണ്ട്. ടേബിളിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ചില മാറ്റങ്ങൾ വന്നാൽ അതിനു വേണ്ടിയും ക്വറി എഴുതണം. ആവശ്യമില്ലാത്ത റെക്കോർഡ്സിനെ ഡിലീറ്റ് ചെയ്യണം. വ്യൂ എന്നൊരു കോൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിലാവാം. അതിനു മുമ്പ് വീണ്ടും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് ക്ലോസസ്, ഓർഡർ ബൈ ക്ലോസും ചില ഫങ്ഷൻസുമാണ് യൂസ് ചെയ്ത് നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ടേബിൾ, എംപ്ലോയി എന്ന ടേബിൾ, അതിൽ നിന്നും ഇവയെ, ഈ ഫെസിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാവുന്ന ഇൻഫർമേഷൻസ്, അതിനാവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തണം. അതിൻ്റെ ക്വറി സ്വയം എഴുതി തയ്യാറാക്കുക. ടീച്ചേഴ്സോട് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.